ഹലോ വെൽക്കം ബാക്ക് ടു ജെനി പ്രൊഫഷണൽ മേക്കപ്പ്. നല്ല തിരക്കുള്ള ഒരു വെഡ്ഡിങ് ഡേയിലെ ഒരു ബ്രൈഡിൻ്റെ മാത്രമായിട്ടുള്ള ഡ്രേപ്പിംഗ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് ഇതിലെ. ലാസ്റ്റ്ലി ഞാനൊരു ലോങ് അയൺ ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടായിരുന്നു ബ്രൈഡ്സിന് കൊണ്ടുവരുന്ന പട്ടുസാരിയുടെ. അപ്പോൾ ഈ പട്ടുസാരികളൊക്കെ ഇങ്ങനെ അയൺ ഡ്രേപ്പ് ചെയ്ത് വെച്ചിട്ട് സാരി എങ്ങനെ ഉടുത്തിട്ട് ഒന്ന് കാണിക്കണമെന്നും കൂടി പറഞ്ഞു. ഇത് അങ്ങനത്തെ ഒരു നല്ല സിൽക്ക് സാരി അയൺ ഡ്രേപ്പ് ചെയ്ത് വെച്ചിട്ട് ബ്രൈഡിന് കൊടുക്കുന്നതാണ്. ഈ കളറിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റിലിടണേ. എനിക്കിതൊരു ഷാമ്പെയിനും ആൻറ്റീക്കും ചെറിയൊരു റോസ് ഗോൾഡും ഒക്കെ കൂടിയുള്ളൊരു കളർ സാരിയായിട്ട് തോന്നുന്നുണ്ട്. ഈ മാല നല്ല രസമുണ്ട്. ഈ സാരിയുടെ കൂടെയും അതുപോലെ ഈ ലിപ്സ്റ്റൈൻ്റെ കൂടെയും പിന്നെ ഒരു ബൊക്കെയുണ്ട് ബ്രൈഡിന്, അതും ഇതിനായിട്ട് നല്ല മാച്ചിങ് ആണ്. അത് ഈ അയൺ ഡ്രേപ്പ് ചെയ്ത് സാരി ഉടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറേ കാര്യം ഞാൻ ലാസ്റ്റ് ആ ലോങ് വീഡിയോയിൽ അയൺ ഡ്രേപ്പിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞായിരുന്നു. എന്നാലും മെയിനായിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സാരികൾ മേടിക്കുമ്പോൾ അതിലൊക്കെ നിറയെ മടക്കുപാടുകളായിരിക്കും. അതെല്ലാം മാറ്റിയിട്ട് റോൾ ചെയ്തിട്ട് ഉടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് സാരി കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രൈഡ്സ് ഇങ്ങനെ സാരി ഉടുക്കാനായിട്ട് ഒരുപാട് നേരം നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. പിന്നെ വെഡ്ഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ഡേ ആണ്. ഒരുപാട് നേരം നമ്മൾ ആ സാരി തന്നെ ആയിരിക്കും. അന്നേരം ഇതൊക്കെ എപ്പോഴും പിടിച്ചുകൊണ്ട് നടക്കാനോ ഇടയ്ക്ക് കറക്റ്റ് ചെയ്യാനോ ഒന്നും നേരം ഉണ്ടാവത്തില്ല. പക്ഷേ ഈ അയൺ ഡ്രേപ്പ് ചെയ്ത് വെച്ച സാരി അപ്പടി തന്നെ ലാസ്റ്റ്ലി വരെ ഈവനിങ് വരെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാം ഡ്രേപ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് സാരി മിക്കവാറും ഉടുക്കാറ്. അപ്പം മേക്കപ്പും സാരിയും കഴിഞ്ഞിട്ട് ഇതേ ഹെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നല്ല ലോങ് ഹെയറുള്ള ബ്രൈഡാണ്. ഈ ലോങ് ഹെയർ ചെയ്യുമ്പോൾ മാക്സിമം ഞങ്ങൾ പിൻസ് യൂസ് ചെയ്യുന്ന കുറയ്ക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അഴിക്കുന്ന നേരത്തെ നല്ല പാടായിരിക്കും. ഒരുപാട് വെയിറ്റും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവും ഒരുപാട് പിന്ന് യൂസ് ചെയ്താൽ. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിൻ്റെ ഭംഗിയും കുറയും. ഈ സ്ലൈഡ്സ് എല്ലാം വിസിബിളായിട്ട് ഹെയറിൽ നിൽക്കും. അപ്പോൾ അതൊക്കെ മിനിമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗൻറ്റ് സ്റ്റൈലാണ് ബ്രൈഡിന് ചെയ്യുന്നത്. കൂടുതലും സിമ്പിൾ ലുക്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയിട്ടാണ് ബ്രൈഡ്. അപ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആവാണ്ട് പക്ഷേ എന്നാൽ ഒരുപാട് അങ്ങനെ സിമ്പിളായി പോകാതെ ചെയ്യുന്ന ഒരു നല്ലൊരു ഹെയർ സ്റ്റൈലാണ് ബ്രൈഡിന് ചെയ്തത്. പിന്നെ കൂടുതലും ലോങ് ഹെയർ ബ്രൈഡ്സിന് നല്ല കെയർഫുൾ ആയിട്ട് വേണം അവരുടെ ക്രൗൺ ഏരിയ ചെയ്യാൻ. അവരുടെ ഹെയറിന് ഒരുപാട് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലെ ഭാഗം കുറച്ച് അമങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് വോളിയമൈസ്ഡ് ആയിട്ട് തന്നെ ട്വിസ്റ്റഡ് രീതിയിലുള്ള ഷോർട്ട് ഹെയറിന് അങ്ങനെയുള്ളൊരു പ്രോബ്ലം. ബ്രെയ്ഡ്സ് ഒക്കെ പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ് ചെയ്തത്. ഹെയർ എല്ലാം സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ചെറിയൊരു ബണ്ണ് കൂടി വെച്ചിട്ടുണ്ട് ടു ഹോൾഡ് ദ ഹെയർ സ്റ്റൈൽ ഇൻ പ്ലേസ്. പിന്നെ എനിക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ മാത്രമായിട്ടൊരു ഫുൾ വീഡിയോ ഇടാമോ എന്ന്. ഞാൻ ഇടാൻ നോക്കാം. വർക്കുകൾ കുറച്ച് കുറവുള്ള സമയമാണെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ മാത്രമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. എന്നാലും ഇതിൻ്റെ ഇടയിൽ ഈ എഡിറ്റിങ്ങും ഒക്കെ കൂടി ചെയ്യാൻ മിക്കവാറും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റാറ്. അപ്പോൾ കഴിയുന്നത് പോലെ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസിനെല്ലാം നല്ല നല്ല സജഷൻസും കമൻസൊക്കെ ഒരുപാട് പേര് തരാറുണ്ട്. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ കമൻസ് എല്ലാം വായിക്കുക എന്നുള്ളത്. അപ്പം ഈ ഗെറ്റിംഗ് റെഡി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ബാക്ക് ടു ദ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ. അത് ഞാൻ സ്ലോലി കാണിക്കുകയാണ്. കാരണം കുറേ പേർക്ക് സ്ലോ ആയിട്ട് സ്റ്റൈലിംഗ് വീഡിയോ കാണണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ടൊന്നും കാണിക്കാത്തത്. നല്ല ലോങ് ഹെയർ ഉള്ള ബ്രൈഡായിരുന്നു. കൂടുതലും ഞങ്ങൾ ബ്രൈഡ്സിനോട് പറയും ഈ മുടിയുടെ തുമ്പ് വെട്ടാനൊന്നും ഈ വെഡ്ഡിങ് ടൈമിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന്. കാരണം സ്റ്റൈലിങ്ങിന് എന്തായാലും തുമ്പ് അത്ര കുഴപ്പമുള്ള കാര്യമല്ല. സ്റ്റൈലിങ്ങിൽ അതെല്ലാം ഓക്കെ ആക്കും. പിന്നെ അഴിച്ചിടുന്ന സ്റ്റൈലിങ്ങിനാണെങ്കിലും നമ്മൾ ചെറിയ എക്സ്റ്റൻഷനൊക്കെ വെക്കുമ്പം ഈ തുമ്പിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ കവറാകും. പിന്നെ പെട്ടെന്ന് മുടി വെട്ടാനൊക്കെ പോകുകയാണെങ്കിൽ ഈ ഹെയർ സ്റ്റൈലിസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കയറ്റിയിട്ടൊക്കെ മുടി കട്ട് ചെയ്യും. അങ്ങനെ മുടി കൂടുതൽ അതിൻ്റെ ലെങ്ത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈലിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം വെഡ്ഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും ഹെയർ കട്ട്സ് ആണെങ്കിലും ഒക്കെ ചെയ്താൽ മതി. അതിന് മുന്നേ ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പണി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും വെഡ്ഡിങ് ആണെന്ന് പറഞ്ഞ് വേഗം മുടി വെട്ടാനൊന്നും പോയേക്കരുത്. സോ ബ്രൈഡിന് ഇവിടെ ട്വിസ്റ്റായിട്ട് ഓരോന്നായിട്ട് ചെയ്തു വരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം പിൻസ് ഉപയോഗിക്കാതെ ഒരു എലഗൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. വെഡ്ഡിങ്ങിന് ബ്രൈഡ്സ് സാരിയാണ് ഉടുക്കുന്നതുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ടൈപ്സൊക്കെ ഉള്ള ഹെയർ ആക്സസറീസ് നല്ല ഭംഗിയാണ്. പക്ഷേ കൂടുതലും ഈ ഗൗൺ ലുക്സിൻ്റെ കൂടെ പേളിൻ്റെയോ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഭയങ്കര കുഞ്ഞതായിട്ടുള്ള ഹെയർ ആക്സസറീസൊക്കെയാണ് നല്ലത്. എന്നാലും ഇപ്പം സാരി ആണെങ്കിലും ഗൗൺ ആണെങ്കിലും ബോത്ത് ലുക്സിന് ഈ മുടിയിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അത്ര നല്ലത്. അതുകൊണ്ട് ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ കൂടുതലും വെക്കാൻ താല്പര്യമുള്ള ബ്രൈഡ്സ് കൂടുതലും ചെറിയ നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ തന്നെ നോക്കി പിക്ക് ചെയ്തെടുക്കണം. ഇവിടെ ബ്രൈഡിനെ ഫുള്ളായിട്ട് ബാക്ക് ചെയ്തിട്ട് കുറച്ച് ഒരു പാർട്ടീഷൻ മാത്രം രണ്ട് സൈഡിലും ഇടുന്നുണ്ട്.
മേക്കപ്പ് ഇവിടെ ചെയ്തിട്ടുള്ള കുറച്ച് ഗ്ലോസി ആയിട്ടാണ്. ലിപ്പിനും ഒരു ബാം എഫക്റ്റ് കൊടുത്തു, അതുപോലെ ചീക്സിലും ചെറിയൊരു ഗ്ലോവി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ പാർട്ട് ചെയ്ത ഹെയർ അങ്ങനെ തൂക്കിയൊന്നും ഇടുന്നില്ല, സൈഡിൽ ചെറിയതായിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പം ഫൈനൽ ലുക്ക് ഏകദേശം ഇങ്ങനെ വരും. ചെറിയ വിങ് ലൈനർ, ഗ്ലിറ്റേർഡ് ഐ ഷാഡോ, ഗ്ലോസി ചീക്സ് ആൻഡ് ലിപ്സ് ആൻഡ് കോളർ ബോണിലും എല്ലാം കുറച്ച് ഗ്ലോസിനെസ് കൊടുത്തിട്ടുണ്ട്. ബ്രൈഡിവിടെ പ്രത്യേകം വേറെ ഹെയർ ആക്സസറീസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഷാമ്പെയിൻ കളർ വരുന്ന ഒരു പേളിൻ്റെ ഹെയർ പീസാണ് വെച്ചത്. കുറച്ച് പേരുടെ കമൻസ് ഉണ്ടായിരുന്നു, ഈ പേളിൻ്റെ ആക്സസറീസ് ഒന്നും മാറ്റി പിടിച്ചുകൂടിയെന്ന്. പക്ഷേ കുറേ പേരുടെ സ്റ്റിൽ ഇതൊരു ഡ്രീം ലുക്കാണ്, അവരുടെ വെഡ്ഡിങ്ങിന് ഇത് പ്ലേസ് ചെയ്യണമെന്ന് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അതൊരു ആഗ്രഹമാണ് അവരുടെ വെഡ്ഡിങ് ഡേക്ക് അത് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കണമല്ലോ. ഈ ഹെയർ നെറ്റ് 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫോർ ദ ഷൂട്ട്സ് ആൻഡ് എവറിത്തിങ് നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടിൽ കിട്ടും. ചർച്ചിൽ കയറുമ്പോൾ നമുക്ക് ഈ വെയിൽ ഫുള്ളായിട്ട് തലയിൽ ഇടുകയും ചെയ്യാം. ബ്രൈഡിൻ്റെ ലുക്ക് ഏകദേശം ഫിനിഷായി. ഇനി ഫൈനൽ ടച്ചിങ് ആണ്, മേക്കിംഗ് ഷുവർ എവറിത്തിങ് ഈസ് ഇൻടാക്ട്. അതുപോലെ ലാഷസ്, ലിപ്പിൻ്റെ ലൈൻ അതൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ കുറച്ച് പിക്ചേഴ്സും കൂടി എടുത്തിട്ട് ബ്രൈഡ് ഇനി മെയിൻ ഫോട്ടോഷൂട്ടിനായിട്ട് പോവുകയാണ്. പിന്നെ സ്റ്റുഡിയോയുടെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ എടുത്തു. ഇങ്ങനെയാണ് ഡേ ലൈറ്റിൽ മേക്കപ്പും ഹെയറും സാരിയൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൊക്കെ, ഒരു പ്രത്യേക റെഡ് കളർ, ഒരു ബ്രൗണിഷ് റെഡ് കൂടിയ കളറാണ്. അതുപോലത്തെ തന്നെ ലിപ് സ്റ്റെയിൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രീം ലുക്സിൻ്റെ കൂടെ റെഡ് വെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫുൾ ഗെറ്റിംഗ് റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജെനി പ്രൊഫഷണൽ മേക്കപ്പ്, കൊച്ചി.